നിങ്ങൾക്ക് എന്റെ നമസ്കാരം. സേവനത്തിനായി ഞാൻ തയ്യാറാണ്. ഹിഡൻ ലീഫ് വില്ലേജിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നതും. കഠിന പ്രയത്നത്തിലൂടെയും രാമനിലൂടെയാണ് ഞാൻ വളർന്നത്. എന്റെ വീട്ടുപേര് ഊസുമാക്കി. പക്ഷെ എന്നെ എല്ലാവർക്കും അറിയാവുന്നത് ഒരു ഭ്രാന്തൻ ചെറുക്കനെന്ന്. ഒരു ഭ്രാന്തൻ ചെറുക്കനെന്നാ. അപ്പൊ നിനക്ക് ഒരു മാറ്റവും ഇല്ല അല്ലേ? അല്ല, നിങ്ങളിലും വലിയ മാറ്റമൊന്നും കാണാനില്ല. അങ്ങേർക്ക് ഇങ്ങനെ ഷിനോബികളുടെ മുമ്പിൽ ഇതുപോലെ തലയും കുറിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കുനിയാതിരിക്കേ ചെയ്യട്ടെ. പക്ഷെ നിന്നെ പോലൊരുത്തിന്റെ സുരക്ഷ ഏർപ്പാടാക്കാൻ എന്തായാലും എന്നെ കിട്ടില്ല. അങ്ങനെ ആവട്ടെ. അങ്ങനെ ഒരു സുരക്ഷ വേണമെങ്കിൽ തന്നെ എന്റെ മുട്ടോളം നീളമുള്ള കുള്ളന്മാരെ കൊണ്ടായിരിക്കില്ല ഞാൻ അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഞാനൊരു നിഞ്ചയാണ്. അത് മാത്രമല്ല, ഒരിക്കൽ ഞാനൊരു ഹൊക്കാഗെയാണ്. ഹൊക്കാഗെ വലിയ കാര്യമായി പോയി. അവൻ ഒബീറ്റയുടെ പദ്ധതികൾ അറിയാം. അവർക്കിടയിലുള്ള ബന്ധം എന്താണ്? നിങ്ങളെ ബാത്റൂമിൽ പോകാൻ സഹായിക്കണോ? അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഞാൻ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് എനിക്ക് അറിയാലോ. കക്കാശി സെൻസയുടെ ശരിക്കുള്ള മുഖം. എന്താ നിന്റെ പ്രശ്നം? അതോർത്ത് വിഷമിക്കണ്ട. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളത് കാണും. എങ്ങനെയാണാടാ പൊട്ട ഞാൻ നിന്നോട് ചോദിച്ചത്? അതെ, ഒളിച്ചിരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടെന്നുള്ളത് കാര്യമല്ല. നീ നിന്റെ ജുത്സു എല്ലാം മറന്നുപോയെന്നാണോ പറയുന്നത് സാക്കുറ? മറന്നു പോകുന്നത് നീയാണ്. അതൊക്കെ വീടെ തന്നെ ഇനിയും ദൂരം പോണം. അവിടെയുള്ള എല്ലാവരും നമ്മളെ കാത്തിരിക്കുക. ഇതവൻ പറയുന്നത് സമ്മതിച്ചേ പറ്റൂ. നമ്മളിപ്പോ തിരികെ എത്താൻ നോക്കണ്ടേ? വില്ലേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ സുന്ദരികളായ സ്ത്രീകളും ഉണ്ട്. മാത്രമല്ല ഒരുമിച്ച് കുളിക്കാനും സമ്മതിക്കും. എടാ മണ്ട, ഒരു 2 മിനിറ്റ് നീ നിന്നിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രശ്നത്തിൽ പെടില്ലായിരുന്നു. നീ എന്താ പറഞ്ഞേ? അതെ, നിർത്തത്. നോക്ക്, എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട കേട്ടോ. നിനക്ക് ആവശ്യമില്ല. എടാ മത്തങ്ങ തലയാ. എന്റെ മനസ്സ് പറയുന്നത് നടുക്കത്തെ വാതിലാണെന്നാ. വേണ്ട, നിൽക്കൂ. എന്താ വേണ്ടത്? ഇത്തരം സാഹചര്യങ്ങളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ശരി, എന്നാ പിന്നെ ഞാൻ ഇതിലൂടെ പോകാം. സമനിങ് ജുത്സു. അത് സംസാരിക്കുന്ന തവളയാണല്ലോ. പ്രവേശന കവാടം കണ്ടോ? നീ അവിടെ നിന്ന് പോയി നോക്കിട്ട് വാ. അതിനെന്താ പ്രശ്നം? അത് വളരെ നിസാരായ ഒരു കാര്യല്ലേ. അത് ഞാൻ ഇപ്പൊ പോയി പുറത്ത് നിൽക്ക്. അതേതായാലും കൊള്ളായിരുന്നു. പക്ഷെ അവളെന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നീ അങ്ങനെ തന്നെ ഇരുന്നോ അവിടെ. ഒളിഞ്ഞു നോക്കരുത്. ഈ ഇച്ചിരോക്ക് രാമൻ, ഇതാണ് എന്റെ എല്ലാ അസുഖവും മാറ്റാനുള്ള എന്റെ മരുന്ന്. നീ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോന്നപ്പോ ഞാൻ കരുതിയത് നീ നിന്റെ പരിശീലനത്തിന് വേണ്ടി പോയി കാണുമെന്നാ. നിങ്ങളോ? അതെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? എന്തൊരു ശല്യം. അപ്പൊ ശരി, ഞാൻ പറയുന്നു, നമുക്ക് പോകാൻ സമയമായി. നമുക്ക് പുറപ്പെടാം. എന്തൊരു കഷ്ടം. ഇത്ര പെട്ടെന്നൊന്നും എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. വലിയ വർത്തമാനമായിരുന്നല്ലോ. ഒട്ടും ക്ഷീണമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആദ്യം കിടന്ന് ഉറങ്ങുന്നത് ഇവനാണ്. ചില സന്ദർഭങ്ങളിൽ ഈ ഫലം മനുഷ്യരോളം വളർന്ന് വലുതാകും. അപ്പോഴത് കഴിക്കുന്നത് സുരക്ഷിതമല്ല. എന്ത് സംഭവിച്ചാലും അത് കഴിക്കരുത്. അത്രയും വലിയൊരു സാധനം കഴിക്കാനുള്ള മണ്ടത്തിലൊന്നും ആരും കാണിക്കില്ല. ഈ പാറ അടർന്നു വീഴുവാണല്ലോ. എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. നാരുട്ടോ, നിന്റെ ലീഡർ എന്ന നിലയ്ക്ക് ഞാൻ മുന്നറിയിപ്പ് തരിക. ഇങ്ങനെ ഒരു സമയത്ത് എന്തോന്നത്? വീഴാതെ നോക്ക്. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഇത് ആർക്കാണെങ്കിലും ചെയ്യാനൊരു മിഷനല്ലേ? നീ ആരാന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? എന്താ ഗ്രാൻഡ്മ, എനിക്ക് ചെയ്യാൻ ഇപ്പൊ തന്നെ ധാരാളം ഉണ്ട്. പരിശീലിക്കണം. അതിനോടൊപ്പം സാസ്കെ. നീ എന്താ വിചാരിച്ച് നീ ഇവിടെ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്കാമെന്നോ? നീയാണ് ടീം ലീഡർ. മെരുകാത്തവരെ മെരുക്കാൻ ശ്രമിക്കുന്നത് നിനക്കൊരു നല്ല പരിശീലനമായിരിക്കും. എനിക്കത് താല്പര്യമില്ല. എന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പരിശീലനത്തിനുണ്ടാവും. കള്ളക്കിളവി. വൃത്തികെട്ട തെമ്മാടികൾ. ഭാഗ്യം ഇതൊരു മേശയല്ലല്ലോ. നീയാളൊരു തമാശക്കാരൻ തന്നെ. കുറോസ്കിയുടെ ബോസ് ലിസ്റ്റിലെ 7 നിഞ്ച വാൾപേറ്റുകാരിൽ ഒരാളാണെന്നോ? അതെ, അത് തന്നെ. ഗായ്സൻസ് എന്നോട് പറഞ്ഞതാ. അദ്ദേഹം പറയുന്നെങ്കിൽ അത് സത്യമാണെന്ന് അറിയാലോ. അപ്പൊ ഈ വാൾപേറ്റുകാര് ശരിക്കും ആരാ? ഞാൻ ദാ എത്തി. അപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് യാത്ര തുടങ്ങാം കൂട്ടുകാരെ. അത് നീയല്ല തീരുമാനിക്കുക. വരൂ, നമുക്ക് തുടങ്ങാം. ഏതിലെ വഴി? അവന്റെ എല്ല് പോലും നീരാവിയായി പോയോ?
നീയും സഹായിക്ക്, വേഗം പോയി നെജിനെ കണ്ടുപിടിക്കേ. ശരിയമ്മേ. എന്നാ പിന്നെ നീ ഇപ്പൊ ലിയുടെ വായ തുറന്ന് പിടിക്കണം കേട്ടോ. കറി ഓഫ് ലൈഫ്. ഇതിന്ന് കുറച്ച് കഴിച്ചു നോക്ക്, ഭേദം തോന്നും. ആ കോമാളികളെ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നി. എനിക്കത് വലിയ പ്രശ്നമായി തോന്നുന്നില്ല. ഈ അവന്മാർ പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ പാകത്തിലുള്ള മണ്ടന്മാർ നമ്മുടെ ഇടയിലുണ്ടെന്ന് തോന്നുന്നില്ല. ബ്രോ പ്ലീസ്, ഇന്ന് നിങ്ങളുടെ കൂടെ ഞാനും പരിശീലനത്തിന് വന്നോട്ടെ. ശരി ശരി, ഇപ്പൊ അതല്ല കാര്യം. ആ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്നുള്ള കാശ് മൊത്തം വാങ്ങിച്ചെടുത്തിട്ട് അവന്റെ മെഷീൻ ചെയ്യില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് സ്വയം നാണക്കേട് തോന്നുന്നില്ലേ ഗ്രാൻഡ്മാ സുനാടെ? നിങ്ങളൊരു വലിയ കളി തന്നെയാണ്. അവന്റെ മെഷീൻ ഞാൻ എതിർത്തു ആരാ പറഞ്ഞത്? അത് ശരി, അപ്പൊ പറ്റിക്കുമല്ലായിരുന്നല്ലേ? എന്തിനെ കൊണ്ട്? അവരതിനെ വിളിക്കുന്നത് ശപിക്കപ്പെട്ട യോദ്ധാവെന്ന. രാത്രിയിൽ വരുന്ന വെള്ള പടച്ചട്ടയണിഞ്ഞൊരു പ്രേതം. ഇല്ല, പ്രശ്നമൊന്നുമില്ല. നിങ്ങളെന്തോ പ്രേതത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തോന്നുന്നു. നിനക്ക് പേടിയാണോ? ഒരിക്കലും ഇല്ല. ഇത്തരം കാര്യത്തിലൊക്കെ പേടിക്കാൻ തുടങ്ങിയ ഞാനത് നിഞ്ചയാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആള് നീ തന്നെയാണല്ലേ? പിന്നെ എങ്ങനെ നീ ഇത്ര ദരിദ്രനാവുന്നേ? നരുട്ടോ, ഏതോ ഭക്ഷണശാലയിൽ ജോലി ചെയ്യുന്ന തോന്നുന്ന ഈ വയസ്സനാണോ നീ പറഞ്ഞത്?